നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് കാർമിക് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ്. അതായത് ഓൾറെഡി നമ്മുടെ ഈ ചാനലിൽ, സീതാറാമം ചാനലിൽ ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാർമിക്സിനെ പറ്റിയിട്ടും കാർമിക് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഹീലർ എന്ന നിലയിൽ എൻ്റെ അടുത്ത് വരുന്ന 99% ഇഷ്യൂസും കർമ്മ റിലേറ്റഡ് ആണ്. എല്ലാത്തിൻ്റെ പിന്നിലും കർമ്മ ഉണ്ട്. സോ ഈ ഒരു കാർമിക് റിലേഷൻഷിപ്പിൽ നിന്നും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെയാണ് നമുക്ക് ചുറ്റിലും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവരെല്ലാം എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്നൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് ഇതിൽ നിന്ന് മുക്തി നേടാൻ കഴിയുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ കർമ്മ ക്ലിയർ ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഒരുപാട് വഴികളുണ്ട് കർമ്മ ക്ലിയർ ചെയ്യാൻ. പക്ഷേ പല ഗുരുക്കന്മാരുടെ അടുത്തു നിന്നും അവർ പറഞ്ഞു തരുന്ന പല ടെക്നിക്സും യൂസ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ കർമ്മ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കാർമിക് പേഴ്സൺ നമ്മുടെ ലൈഫിൽ നിന്നും, ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഈ വ്യക്തി വേണ്ട എന്ന് തോന്നുന്ന സിറ്റുവേഷനിലായിരിക്കും ഇപ്പോൾ നിലവിൽ ഉണ്ടായിരിക്കുക. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും ഈ വ്യക്തിയിൽ നിന്നുള്ള ട്രിഗേഴ്സിന് മാറ്റമോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ക്യാരക്ടറിനൊരു ചേഞ്ചസോ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നൊരു മാറ്റമോ പറ്റുന്നില്ല. സോ എന്താണ് ഇതിൻ്റെ റീസൺ, എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട്, അപ്പോൾ ആദ്യമായിട്ടാണ് കാർമികമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി എന്താണ് കർമ്മ എന്നും എന്താണ് കാർമിക് റിലേഷൻഷിപ്പ് എന്നും വളരെ ബ്രീഫായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. നമ്മുടെ പാസ്റ്റ് ലൈഫിൽ, അതായത് നമ്മുടെ സോള് ഒരുപാട് ജന്മങ്ങൾ എടുക്കുന്നുണ്ട്. ഓരോ ബർത്ത് എടുക്കുമ്പോഴും അത് ചൂസ് ചെയ്യുന്ന നമ്മുടെ ശരീരം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെയാണ് നമ്മുടെ സോള് അതിൻ്റെ ബോഡി ചൂസ് ചെയ്യുന്നത്. ഈ ഒരു ശരീരം ചൂസ് ചെയ്തതിന് ശേഷം ആ സോളിനൊരു കോൺഷ്യസ്നെസ് ഉണ്ടാവില്ല, അറിയില്ല. മനുഷ്യജന്മം എടുത്തു കഴിഞ്ഞാൽ സോളിന് മെച്യൂരിറ്റി ഉണ്ടായാൽ മാത്രമേ താനൊരു സോളാണെന്നും ഇതൊക്കെ സോൾ കോൺട്രാക്ട്സ് ആണെന്നൊക്കെ അതിന് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു റിയലൈസേഷൻ അതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ട്രിഗേഴ്സ് വരണം. ആ സോളിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് ട്രിഗേഴ്സ് അതിൻ്റെ ലൈഫിൽ വരണം. ഈ ട്രിഗേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സോൾ കോൺട്രാക്റ്റിൽ പലതരത്തിലുള്ള സോൾ കോൺട്രാക്ട്സ് ഉണ്ട്. അതായത് സോൾമേറ്റ്സ് ഉണ്ട്, കാർമിക്സ് ഉണ്ട്, ട്വിൻ ഫ്ലെയിംസ് ഉണ്ട്. ഇതിൽ സോൾമേറ്റും ട്വിൻ ഫ്ലെയിംസിനേക്കാൾ ഉപരി നമ്മുടെ സോളിൻ്റെ ഹയർ സെൽഫിലോട്ട് അല്ലെങ്കിൽ സോളിന് മെച്യൂരിറ്റി കിട്ടുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ കാർമിക്സ് ആണ്. അതായത് ഈ സോൾ കോൺട്രാക്റ്റിൽ രണ്ട് സോൾസ് തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ബർത്തിൽ ഇത്ര ഏജ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രിഗർ തരാം എന്ന് മറ്റേ സോള് എടുക്കുന്ന തീരുമാനമാണ്, രണ്ട് സോൾസും കൂടെ എടുക്കുന്ന തീരുമാനമാണ്. പക്ഷേ നമ്മളൊരു ഹ്യൂമൺ ആയിട്ട് ബർത്ത് എടുത്ത സമയത്ത് നമുക്ക് ആ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവില്ല. ആ കോൺഷ്യസ്നെസ്സിലോട്ട് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് കഴിഞ്ഞ് കുറച്ച് ലാസ്റ്റോട്ട് എത്തണം. അതായത് ലാസ്റ്റ് ബർത്തിലാണ് നമുക്ക് ലാസ്റ്റ്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു ബർത്ത് കൂടി കിട്ടിയാൽ അതും കൂടി. അപ്പം അങ്ങനെ ഒരു ലാസ്റ്റോട്ടാണ് നമ്മുടെ സോളിന് അത്രയും മെച്യൂരിറ്റി വേണം. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ പോളിഷ്ഡ് ആവാണ് ചെയ്യുന്നത്. സത്യത്തിൽ സോള് നോളജ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഓരോ ബർത്തിലും. അപ്പോൾ ഇങ്ങനെ ട്രിഗേഴ്സ് തരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പാസ്റ്റ് ലൈഫിലുള്ള നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിലുള്ള മറ്റ് സോൾസ്, നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ, അതായത് നമ്മുടെ പാരൻസ്, നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ പാർട്ട്ണർ,
നമ്മുടെ ലവർ, നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ കുട്ടികൾ, ഇങ്ങനെ നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ കാർമിക്സായിട്ട് വരിക. എന്തുകൊണ്ടാണ് ഇങ്ങനെ കാർമിക്സായിട്ട് വരുന്നതെന്ന് വെച്ചാൽ, നമ്മളിൽ നിന്ന് ഒരുപാട് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ട്രിഗേഴ്സ് തരാൻ ആ സോളിനെ കൊണ്ട് സാധിക്കില്ല. നമുക്കത് പെയിൻഫുൾ ആവില്ല. നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന റിലേഷൻഷിപ്പിലൂടെ മാത്രമേ നമുക്ക് ഡീപ്പായിട്ടുള്ള പെയിൻസ് നമുക്ക് കിട്ടുകയുള്ളൂ. സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ എത്തിയതിന് ശേഷം നമുക്കിവരെ ഒരു കാരണവശാലും ഒഴിച്ചുവിടാൻ പറ്റാത്ത റിലേഷൻഷിപ്പാണ് നമ്മുടെ പാരൻസ്, സിബ്ലിങ്സ്, കുട്ടികളെന്ന് പറയുന്നത്. പാർട്ട്ണറെ വീണ്ടും നമുക്ക് ഒഴിവാക്കാനുള്ളൊരു സാധ്യത അവിടെ കാണുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ചില റിലേഷൻഷിപ്പിൽ, ചില കാർമിക്സിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇവർ നമ്മളെ വിട്ട് പോവില്ല. ഇതിനൊരു റീസണുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോൾ കോൺട്രാക്റ്റിൽ നമ്മളെടുത്ത് വരുന്നത് നമ്മുടെ കാർമിക്സാണ്. ഈ കാർമിക്സ് നമ്മുടെ ലൈഫിലോട്ട് ഇവർ വരുന്നതിന് ഒരു റീസണുണ്ട്, ഒരു ലെസൺ നമ്മളെ പഠിപ്പിക്കാൻ, നമ്മുടെ സോളിനെ ഒരു ലെസൺ പഠിപ്പിക്കാനാണ് നമ്മുടെ ലൈഫിലോട്ട് ഇവർ വരുന്നത്. സോ നമുക്ക് തരുന്ന ട്രിഗർ, ആ ട്രിഗറിൻ്റെ ഡെപ്ത് വർദ്ധിപ്പിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആഴത്തിൽ നമുക്ക് മുറിവുകൾ തരണമെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് അത്രയും സ്ട്രോങ് ആയിരിക്കണം, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വഴി കൂടെ പോകുന്ന ഒരാൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ കുറച്ച് നേരത്തേക്ക് നമുക്ക് ഇച്ചിരി പെയിനൊക്കെ തോന്നും. അത് കഴിഞ്ഞാൽ നമ്മളങ്ങ് വിടും, അല്ലേ? നമ്മൾ വേണമെങ്കിൽ അങ്ങോട്ട് പറയും, അല്ലേ? അതത്രയേ ഉള്ളൂ. പക്ഷേ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് എങ്കിൽ ആ പെയിന് നമ്മളെ വിട്ട് പെട്ടെന്നൊന്നും പോകത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളായിരിക്കും നമ്മുടെ കാർമിക്സായിട്ട് വരുന്നത്. അവർ തരുന്ന ട്രിഗേഴ്സാണ് നമുക്ക് ഭയങ്കരമായിട്ട് പെയിൻഫുള്ളായിട്ട് വരിക. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. പലരും എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇമോഷണലി ഡൗൺ ആണ്. വളരെ റെയറായിട്ടാണ് ചില പുരുഷന്മാരുടെ അടുത്ത് നിന്ന് ഞാൻ ഈ ഒരു മറുപടി കേട്ടത്. അതായത് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇവർ വരികയാണ്, പ്രത്യേകിച്ച് ലവ് റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള പ്രണയമാണ് ആദ്യം ഉണ്ടാകുന്നത്. അതായത് ഒരിക്കലും നമ്മൾ വിട്ടുപോകില്ല, അല്ലെങ്കിൽ ഒരിക്കലും ഒരാൾ മറ്റേയാളെ ചീറ്റ് ചെയ്യില്ല എന്ന രീതിയിലുള്ള ഒരു ലവ് റിലേഷൻഷിപ്പ് പെട്ടെന്ന് ഇവരടുക്കും. കാർമിക്സ് തമ്മിൽ പെട്ടെന്ന് അടുക്കും. അടുത്ത് കുറച്ച് കാലം ലോകത്തിൽ ആർക്കും കിട്ടാത്ത സ്നേഹമാണ് തനിക്ക് കിട്ടുന്നതെന്നുള്ള രീതിയിലുള്ളൊരു റിലേഷൻഷിപ്പായിരിക്കും രണ്ടു പേർക്കും ഫീൽ ചെയ്യുക. അത് കഴിഞ്ഞാൽ ഈ കാർമിക് റിലേഷൻഷിപ്പിൽ ഒരാൾ അതിൻ്റെ വിക്റ്റിമായിരിക്കും, ഒരാൾ പണി കൊടുക്കുന്ന ആളായിരിക്കും. അതായത് ഒരാൾ കാർമിക്കായിട്ടുള്ള ട്രിഗേഴ്സ് സ്വീകരിക്കുന്ന ആളും ഒരാൾ കാർമിക് ട്രിഗേഴ്സ് കൊടുക്കുന്ന ആളുമാണ്. സോ ഈ സ്വീകരിക്കുന്ന വ്യക്തി ഇയാളിൽ ഭയങ്കരമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കും, ഭയങ്കരമായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴേ ഇയാൾക്ക് ആ പെയിൻ കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇയാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, കുറച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഇയാൾ കയറി ചെയ്യാൻ തുടങ്ങും. പക്ഷേ നമ്മൾ ഒരു തവണ അല്ലെങ്കിൽ ഒരിക്കൽ ഒരു ടൈം പീരീഡിൽ നമ്മുടെ അകം കൊണ്ടാണ് നമ്മളിവരെ സ്നേഹിക്കുന്നത്. അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച് കുറച്ച് കാലം, മേ ബി അത് ചിലപ്പോൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് വരെ പോയിട്ടുണ്ടാവും. അത്രയും ഡെപ്തിലോട്ട് പോയിട്ട് ഇവർ ചെയ്യണ കാര്യങ്ങൾ കൊണ്ട് നമുക്കിവരെ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അത്രയും ഡെപ്തിലോട്ട്, ആ ഇമോഷൻ അത്രയും ഡെപ്തിലേക്ക് പോയി. ഇവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് മേ ബി അത് ഫിസിക്കലിയുള്ള ഉപദ്രവം വരെ എത്തുന്ന ആൾക്കാരുണ്ട്, മെൻ്റലിയുള്ള ടോർച്ചറിങ് ഉണ്ട്, ഫൈനാൻഷ്യലിയുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു സ്റ്റേജിലെത്തി നമ്മളിത് റിയലൈസ് ചെയ്യാണ്, ഇയാൾ ഭയങ്കരമായിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് റിയലൈസ് ചെയ്തിട്ട് പോലും ഈവൻ പല സ്പിരിച്വൽ പ്രാക്ടീസും പറഞ്ഞു തരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പല ഗുരുക്കന്മാരുടെ നിന്നും നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ടാവും ഇത് നിങ്ങളുടെ കാർമിക്സാണ് എന്ന്. ഇത് റിയലൈസ് ചെയ്തിട്ട് പോലും നമുക്കിവരെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് നമ്മൾ അത്രയും ഇമോഷണലി ഇവരുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. കാരണം നമ്മൾ പല ടെക്നിക്സും നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഈ ടെക്നിക്സൊക്കെ നിങ്ങൾ കേൾക്കും.
ഈ ടെക്നിക്സ് മേ ബി നിങ്ങൾ പ്രാക്ടീസും ചെയ്യുന്നുണ്ടാവും. പക്ഷേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വരെ ഇമോഷണലി നിങ്ങൾ അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇമോഷണലി അറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ട് നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്താലും അത് വർക്കാവില്ല. എന്താ വർക്കാവാത്തത്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇവർ വിട്ടു പോകരുത് എന്നുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ട്. സോ യൂണിവേഴ്സലിലോട്ട് നമ്മൾ കൊടുക്കുന്ന എനർജി എന്താണ്? ഇവർ നമ്മളെ വിട്ടു പോകരുത്. ഇവർ നമ്മളെ വിട്ടു പോയി കഴിഞ്ഞാൽ അധികം ആൾക്കാരും ചിന്തിക്കുന്നത് ചേട്ടൻ എന്നെ മദ്യപിച്ച് വന്നാൽ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും, ചേട്ടൻ മദ്യപിച്ച് വന്നാൽ കുട്ടികളെ ഭയങ്കരമായിട്ട് വഴക്ക് പറയും, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തല്ലിപ്പൊട്ടിക്കും, എന്നെ ഫൈനാൻഷ്യലി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എൻ്റെ കയ്യിലെ ക്യാഷ് മൊത്തം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, പക്ഷേ ചേട്ടൻ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര നല്ല മനുഷ്യനാണ്. ഇങ്ങനെ പറഞ്ഞ എത്രയോ സ്ത്രീകളുണ്ട്. അതായത് ഈ ഹസ്ബൻഡിനോടുള്ള അഗാധമായ ഇഷ്ടം, ഈ ഇഷ്ടം ഉണ്ടെങ്കിൽ ഇവർക്ക് ഈ ട്രിഗേഴ്സ് കിട്ടുള്ളൂ. ഈ ഇഷ്ടവും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ പല ടെക്നിക്സും പറഞ്ഞു കൊടുക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കോഡ് കട്ടിങ്. ഈ കോഡ് കട്ടിങ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഭയങ്കര കരഞ്ഞ് നിലവിളിച്ച് ചേട്ടൻ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചില ആളുകൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. കോഡ് കട്ടിങ് ചെയ്യാൻ വരെ നമുക്ക് പറ്റണില്ല. ബിക്കോസ് നിങ്ങൾ അത്രയും ആ വ്യക്തിയിൽ അഡിക്റ്റഡാണ്. ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ അഡിക്ഷൻ ഉണ്ടാവാൻ പാടില്ല. ഇത് എന്തിനാ ഇങ്ങനെ ഡപ്തിൽ പറഞ്ഞു തരണേന്നറിയോ? ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നോ ഒരു റിലേഷൻഷിപ്പിൽ നിന്നോ നമ്മൾ അഡിക്റ്റഡായി പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ വ്യക്തി കാരണം, ഈ റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്ക് ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, ഫൈനാൻഷ്യലി തുടങ്ങിയ എല്ലാ തലങ്ങളിലും നിങ്ങൾ ബുദ്ധിമുട്ടാൻ പോവുകയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൈനാണ് ഈ അഡിക്ഷൻ. അവരിൽ അഡിക്റ്റഡ് ആണോ അവർ നമുക്ക് പണി തന്നിരിക്കും. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, കാർമിക്സിന് എങ്ങനെയാണ് നമ്മൾ റിലൈസ് ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുക? തുടക്കത്തിൽ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും അവർ നമ്മുടെ സോൾമേറ്റ്സ് ആണെന്ന്. എന്നാൽ കണ്ടുപിടിക്കാൻ വഴികളുണ്ട്. ഒന്ന്, നമ്മൾ ഏറ്റവും തകർന്നു നിൽക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ വരുന്ന വ്യക്തി ഒരിക്കലും സോൾമേറ്റ്സ് ആവില്ല. അവർ തീർച്ചയായിട്ടും കാർമിക്സ് ആയിരിക്കും. കാരണം ഒരു വ്യക്തി തകർന്നിരിക്കുക എന്ന് പറയുന്നത് മേ ബി അതൊരു ബ്രേക്കപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ലോസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വിലപ്പെട്ട എന്തോ ഒന്ന് നമ്മൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ അത്രയും ഡൗൺ ആയിട്ടുണ്ടാവുക. ഈ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സോളിൻ്റെ വൈബ് അത്രയും താഴ്ന്നിരിക്കും, എനർജി താഴെയായിരിക്കും, ലോ എനർജിയിലായിരിക്കും, ലോവർ സെൽഫിലായിരിക്കും ഉണ്ടാവുക. ഈ ലോവർ സെൽഫിൽ ഉണ്ടാകുന്ന നമ്മുടെ സോള് അട്രാക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കാർമിക്സിനെ ആയിരിക്കും. അതായത് നമ്മൾ ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയില്ലേ, നമുക്ക് വിഷമിച്ച് തളർന്നിരിക്കുന്ന സമയത്ത് ഒന്ന് ചാരി നിൽക്കാൻ ഒരു ഷോൾഡർ നമുക്ക് ആവശ്യമാണ്. ഈ കൃത്യസമയത്ത് നമ്മുടെ ലൈഫിലോട്ട് വരുന്ന ആ പേഴ്സൺ, അത് ആണായിക്കൊള്ളട്ടെ പെണ്ണായിക്കൊള്ളട്ടെ, അവർ നമ്മുടെ കാർമിക്സ് ആയിരിക്കും. 100% നമുക്ക് ഉറപ്പ് വരുത്താം, അവർ നമുക്ക് ബുദ്ധിമുട്ട് തരുന്ന, നമുക്ക് ട്രിഗേഴ്സ് തരുന്ന കാർമിക്സ് ആയിരിക്കും. ഇവർ നമ്മുടെ ലൈഫിൽ വന്നാൽ വിത്തിൻ ഡേയ്സ് നമ്മൾ ഹാപ്പി ആവും, നമ്മൾ ഓക്കെ ആവും, നമ്മൾ ഇവരുമായിട്ട് വളരെ പെട്ടെന്ന് ക്ലോസ് ആവും. ഇതൊരു ഡീപ്പ് റിലേഷൻഷിപ്പായിട്ട് പോവും. ഫ്രണ്ട്സും ആവാം, ലവ് തന്നെ വേണമെന്നൊന്നുമില്ല. ഇങ്ങനെ ഒരു ഡീപ്പ് റിലേഷൻഷിപ്പിലോട്ട് പോയി ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് എന്ന് പറയുന്നത് അതൊരു ബൗണ്ടറി ആണെന്ന് നമുക്ക് പറയാം. കാരണം ആ ബൗണ്ടറിയുടെ അപ്പുറത്തേക്ക് കടന്നാൽ പ്രശ്നമാണ്. കാരണം ഈ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് എന്താണ്? അഡിക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജാണ്. ഈ അഡിക്ഷൻ്റെ ഘട്ടവും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വ്യക്തിയിലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തും. അങ്ങനെ എത്തിക്കഴിയുന്ന മൊമെൻ്റ് തൊട്ടിട്ടാണ് ഇവർ നമ്മൾക്ക് ട്രിഗേഴ്സ് തന്നുകൊണ്ടിരിക്കുക. നമ്മളെ കൺട്രോൾ ചെയ്യും, നമ്മുടെ എല്ലാ കാര്യത്തിലും ഇടപെട്ട് A to Z കാര്യങ്ങളും ഈ വ്യക്തി കാരണം നാശാവാൻ തുടങ്ങും. നമ്മൾ മനസ്സിലാക്കുക, ഇമോഷണലി ഓർ മെൻ്റലി നമ്മൾ ഡൗൺ ആയി തുടങ്ങുന്ന മൊമെൻറ്റിൽ നമ്മുടെ കാർമിക്സ് നമ്മുടെ ലൈഫിൽ വന്ന് നമ്മൾ ലോക്കാവുന്ന ടൈമിൽ നമുക്ക് ഫിസിക്കലി പ്രോബ്ലംസ് വന്നു തുടങ്ങും. അതായത് നിങ്ങൾ ലവ് മാരേജ് ആണെങ്കിൽ ഓർത്തോളുക, സ്നേഹിക്കുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ ലോക്കായി. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലോക്കായി. കാരണം ഇത് ഈ കാർമിക്സ് നമ്മുടെ ഇടയിൽ പെട്ടു. അതായത് നമ്മൾ ആ കാർമിക് റിലേഷൻഷിപ്പിൽ ആയി, ഡെപ്തിലോട്ടായി.
എന്തായാലും കല്യാണം കഴിഞ്ഞാൽ ഫിസിക്കൽ റിലേഷൻഷിപ്പും ഉണ്ടാവും. നല്ല രീതിയിൽ നമ്മൾ അതിൽ കെണിയും. ആ കെണിയുന്ന സമയത്ത് നമ്മുടെ സെക്ഷൽ എനർജി ഇവരിൽ ഡ്രെയിൻ ചെയ്യും. സെക്ഷൽ എനർജി ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമോഷണൽ ഓറ വീക്കാവും. ഇമോഷണലി നമ്മൾ വീക്കായി ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ട് വരുത്താൻ തുടങ്ങും. മെൻ്റലി നമ്മൾ ഡൗൺ ആവും. ചേട്ടൻ ആദ്യം ഇങ്ങനെയല്ലായിരുന്നു, ചേട്ടൻ കല്യാണം കഴിയുന്നതിന് മുന്നേ ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവൾ ഇങ്ങനെയല്ലായിരുന്നു, അവൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവളുടെ ക്യാരക്ടർ മാറിയെന്നൊക്കെ പറയുന്ന എത്രയോ ആൾക്കാരുണ്ട്. ബിക്കോസ് അവർ കാർമിക്സാണ്, അവരങ്ങനെ പെരുമാറുള്ളൂ. ഇനി ചില ആളുകൾ നമ്മുടെ ലൈഫിൽ വന്ന് നമ്മൾ ഇമോഷണലി മെൻ്റലി ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, പെട്ടെന്ന് നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുറയാൻ തുടങ്ങും. നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് കുറഞ്ഞു വരും. നിങ്ങളുടെ ജോലിയെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വർദ്ധിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ജോലി തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലോട്ട് വരും. അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള ഫിസിക്കൽ കണ്ടീഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതായത് ഫിസിക്കലി നിങ്ങൾ ഡൗൺ ആവും. അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങളുടെ കൂടെ ഉള്ളത് കാർമിക്സാണ്. ട്രിഗറിങ് തുടങ്ങി. എല്ലാ രീതിയിലും ഇവർ നമുക്ക് പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങളിത് റിയലൈസ് ചെയ്യുന്ന മൊമെൻറ്റിൽ, ഇത് റിയലൈസ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. നിങ്ങൾ ബ്ലെസ്ഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് നിങ്ങൾ ഓരോ ബർത്തും എടുക്കും, ഓരോ കാർമികനെയും കൊണ്ടുവരും. ഇതിങ്ങനെ അനുഭവിച്ച് ഒരു ഘട്ടം എത്തുന്നവരെ നമ്മുടെ സോള് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കും. ഇതൊക്കെ കടന്നിട്ടാണ് നമ്മളെല്ലാവരും വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തുമ്പോൾ നമ്മുടെ സോളിന് അത്രയും മെച്യൂരിറ്റി വരുന്നത്. ഈ സോളിന് ഇച്ചിരി മെച്യൂരിറ്റിയുള്ള ആളുകൾ ഇത് പറഞ്ഞു തരുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമുക്കത് മനസ്സിലാവുന്നതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ട്രിഗേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാർമിക്സിനെ നമുക്കിങ്ങനെ ക്ലിയർ ചെയ്യാമെന്നുള്ളതാണ് ഇനി പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവർ ഇമോഷണലി നമ്മളടുത്ത് അറ്റാച്ച്ഡ് ആയിരിക്കും. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ വ്യക്തി ഇല്ലാണ്ട് എനിക്കൊന്നും പറ്റില്ല, ഈ വ്യക്തി ഇല്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള നമ്മുടെ ആ തോട്ടാണ് നമ്മൾ ആദ്യം എടുത്ത് കളയേണ്ടത്. വളരെ പതിയെ നമ്മുടെ ലൈഫിലേക്ക് അതിൻ്റെ ആക്ഷനും കൂടെ കൊടുക്കണം. അതായത് എവിടെ പോകുമ്പോഴും ചേട്ടനെ വിളിച്ചുകൊണ്ട് പോകുന്ന ആൾ, അല്ലെങ്കിൽ എവിടെ പോകുമ്പോൾ അവളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആൾ, അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും ആ വ്യക്തി കൂടെ വേണമെന്നുള്ളതിൽ നമ്മൾ സ്വയം മാറാൻ ശ്രമിക്കണം. ആദ്യം തോട്ട്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. തോട്ട്സ് കൊടുത്താലേ നമുക്കത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ദെൻ ആക്ഷൻ കൊടുക്കുക. ആക്ഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. ആ വ്യക്തി കൂടെ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാനാണ്? നമ്മൾ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ഒറ്റയ്ക്കാണ്. ആ ഒരു റിയലൈസേഷനാണ് നമുക്ക് വേണ്ടത്. ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ്. പിന്നെ ലൈഫിൽ മുമ്പോട്ട് പോകാൻ എന്തിനാണ് നമ്മളൊരു വ്യക്തിയിൽ അഡിക്റ്റഡായി പോകുന്നത്? അഡിക്ഷൻ വേണ്ട. സോ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം നമുക്ക് വരുത്തണം. ആദ്യം ഈ കംഫർട്ട്സ് ആണെങ്കിൽ ബ്രേക്ക് ചെയ്യുക. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് കർമ്മ ക്ലിയറിങ് ചെയ്യുന്ന മെഡിറ്റേഷൻസ് അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും. അത് ചെയ്യാം. കോഡ് കട്ടിങ് ചെയ്യാം. അവരിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജീസിനെ നമുക്ക് കട്ട് ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഇന്നർ അതായത് നമ്മുടെ അകം നമ്മൾ ക്ലെൻസ് ചെയ്തിരിക്കണം. അതായത് കാർമിക്സ് വരുന്ന സമയത്ത് നമ്മുടെ ഓറ വീക്കാവും. നമ്മളിൽ ഒരുപാട് ഡേർട്സ് വരും. നമ്മുടെ ഓറയിലും നമ്മുടെ ചക്രാസിലൊക്കെ ബ്ലോക്കേജസ് ഉണ്ടാവും. ഇതിനെ നമ്മൾ റിലീസ് ചെയ്യണം, ക്ലിയർ ചെയ്യണം, ക്ലെൻസ് ചെയ്യണം. ഇതെങ്ങനെയാണ് ക്ലെൻസ് ചെയ്യുകയെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യമാണ് മെഡിറ്റേഷൻ. ഒരുപാട് കാർമിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മെഡിറ്റേഷൻ ചെയ്യണം. പ്രത്യേകിച്ച് നോ തോട്ട് മെഡിറ്റേഷൻ ചെയ്യുക. അതുപോലെ കാർമിക് ക്ലിയറൻസിൻ്റെ മെഡിറ്റേഷൻ ചെയ്യണം. രണ്ട് സമയത്തായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യം, നമ്മുടെ കർമ്മ റിലീസ് ചെയ്യുന്ന മന്ത്രങ്ങളുണ്ട്, ക്ലെൻസിങ് മന്ത്രങ്ങളുണ്ട്. ഈ ക്ലെൻസിങ് മന്ത്രങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചക്രങ്ങൾ ക്ലെൻസ്ഡ് ആവും. നമ്മൾ പ്യൂരിഫൈഡ് ആവുന്ന സമയമാണത്. ഇവരുടെ എഫക്റ്റ് കുറയാൻ തുടങ്ങും. റേക്കിയൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഡെയിലി നിങ്ങൾ സെൽഫ് ഹീലിംഗ് ചെയ്യണം. ഡെയിലി റേക്കി വെച്ച് പ്രാക്ടീസ് ചെയ്യണം. കാർമിക് എഫക്റ്റ് കുറയും.
നമ്മുടെ സോളിൻ്റെ വൈബ് ഹയർ ആവാൻ തുടങ്ങും. നമ്മൾ മെഡിറ്റേഷനും റേക്കിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സോളിൻ്റെ വൈബ് ഹയർ ആവാൻ തുടങ്ങും. ചക്രാധ്യാനം ചെയ്യണം. അതുപോലെ പല മുദ്രാസ് ഉണ്ട്. നമ്മുടെ കർമ്മ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മുദ്രകളുണ്ട്. ഈ മുദ്ര നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാർമിക് എഫക്റ്റ് കുറയാൻ തുടങ്ങും. ഇനി ഇതുപോലെ ഒരുപാട് സ്പിരിച്വൽ പ്രാക്ടീസുകൾ അല്ലെങ്കിൽ ടെക്നിക്സ് പറഞ്ഞു തന്നിട്ടും ഇതെല്ലാം ചെയ്യുന്നുണ്ട് മാം, പക്ഷേ ആൾ വിട്ടു പോണില്ല എന്ന് പറയുന്ന ആൾക്കാർ എൻ്റെ അടുത്തുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. ഇവിടെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എടുത്ത് പറയുന്നത് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്. ഇമോഷണലി അഡിക്റ്റഡ് ആയി പോവുക. എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് ഈ വ്യക്തി ഇല്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് അഡിക്ഷനാണ്. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ അഡിക്ഷനിൽ നിന്നുള്ള മോചനമാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഞാൻ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പറയുന്നത്. അതാരും പറഞ്ഞു തരില്ലേ, അത് നിങ്ങൾ ഈ പ്രാക്ടീസൊക്കെ പറഞ്ഞു തരും, എന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഈ വ്യക്തി നിങ്ങളെ വിട്ട് പോവില്ല. അതുപോലെ തന്നെ നമുക്ക് ആ സോളിനെ നമ്മുടെ ഫ്രണ്ടിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് സോൾ കോൺട്രാക്റ്റിൽ നിന്നും പിന്മാറാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാർമിക്കിനെ നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം ചില ആളുകൾക്ക് ഒരു പേടിയാണ് മാറ്റുക എന്ന് പറയുമ്പോൾ ഇവർ മരിച്ചു പോവോ, അല്ലെങ്കിൽ ഇവർ നമ്മളെ വിട്ട് പോവോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ അത്രയും അടുത്ത റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ മരിച്ചു പോകാൻ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, കാരണം കുട്ടികളുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ അച്ഛനാണ്. നമുക്ക് ട്രിഗേഴ്സ് മേ ബി തരുന്നുണ്ടാവും. കുട്ടികളോട് ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കും. ഒരിക്കലും നമുക്ക് ആ വ്യക്തി മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ആഗ്രഹം തന്നെ തെറ്റാണ്. സോ കർമ്മ ക്ലിയറിങ് ചെയ്യുന്ന സമയത്ത് വ്യക്തി മരിച്ചു പോവോ അല്ലെങ്കിൽ ബന്ധം വിട്ടു പോകുമോ എന്നുള്ളതല്ല, അവരുടെ ക്യാരക്ടറിൽ നമുക്ക് ചേഞ്ചസ് വരുത്താം. ഇനി അതല്ല, നമ്മളായിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഇല്ല, ഇപ്പം സെപ്പറേറ്റഡ് ആണ്, എന്നിട്ടും ആൾ സ്വസ്ഥത തരുന്നില്ല എന്നുള്ളതാണെങ്കിൽ നമുക്കത് ഒഴിവായി പോകണം എന്നുള്ള കേസാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഒഴിവാക്കാം. നിങ്ങൾ ഇമോഷണലി അറ്റാച്ച്ഡ് അല്ലാത്ത റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാർമിക്സിനെ ഒഴിവാക്കാൻ പറ്റും. സോ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇത് റിലീസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൽ നിന്നൊരു മോചനം നേടുന്നത് എന്നുള്ളതിന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ. സോ എന്താണ് കാർമിക് റിലേഷൻഷിപ്പ് എന്നും എങ്ങനെയാണ് നമ്മളുടെ ലൈഫിലേക്ക് ഇവർ വരുന്നത് എന്നുള്ളൊരു ചെറിയ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. താങ്ക് യു.